ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ ഈ സമയത്ത് ഈ അടുത്ത കാലത്ത് ആരാധകരെ കയ്യിലെടുക്കാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി സൗത്ത് ഇന്ത്യയിൽ ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ആരായിരിക്കും? ദുൽഖർ സൽമാൻ. അത് തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തിറങ്ങിയ ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം എന്ന സിനിമയുടെ പോസ്റ്റർ മാത്രം വന്നപ്പോൾ തന്നെ ട്വിറ്ററിൽ നമ്പർ 1 ആയിരിക്കുകയാണ്. ഇത്രയധികം ആരാധകരുള്ള ഒരു നടൻ സൗത്ത് ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഐ ആം ഗെയിം എന്ന എന്താ പറയുക, ആ പേര് ഗംഭീര പേര് ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ ശരി. പക്ഷേ പോസ്റ്റർ അതിഗംഭീരമായിട്ടുണ്ട്. അതായത് അതിൽ ഒരു കയ്യിൽ ട്രംപ് കാർഡും ഒരു കയ്യിൽ ബോളും സംഭവങ്ങളൊക്കെ ആയിട്ട് അത് കോട്ടിട്ട കൈ കാര്യങ്ങളൊക്കെ അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ട്വിറ്ററിൽ തരംഗമാവണമെങ്കിൽ ഇന്നലെ സൗത്ത് ആഫ്രിക്കയിലെ കളി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മറിച്ചുകൊണ്ടാണ് ഈ ദുൽഖർ ഒന്നാം സ്ഥാനത്തെത്തിയത്. ഇത് കേരളത്തിന് മാത്രം നിൽക്കുന്ന ഒരു നടനല്ല. ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് മക്കളെ, വേറെ ലെവലാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ആരാധകർ കേരളത്തിലേക്കാൾ കൂടുതൽ ആരാധകരുള്ളത് ദുൽഖർ സൽമാൻ തെലുങ്കിലാവും, തമിഴിലാവും, കന്നഡയിലാവും, ഹിന്ദിയിലാവും, മലയാളത്തിലാവും. മലയാളം എന്നല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിലും നമ്പർ 1 ആവുന്നത്. ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് പകരം വേറൊരു പേരാണ്. അത് അടിപൊളി പേര്, അതേപോലെ ലുക്കും അതൊക്കെ വേറെ ലെവലായിട്ട് നിൽക്കുന്ന ഒരു സംഭവം. കിങ് ഓഫ് കൊത്ത എന്ന സിനിമ വന്നപ്പോഴുള്ള പേരും ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ദുൽഖറിൻ്റെ ഒരു സിനിമയും പേരും കാര്യങ്ങളും ലുക്കൊക്കെ ഉള്ള ഒരു സാധനം വരാണെങ്കിൽ കത്തിയനെ. അതാണ് ദുൽഖർ സൽമാൻ. ഒരു നടന്മാർക്കില്ല, അസൂയ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. ദുൽഖറിനെ മുട്ടാനുള്ളൊരു ദുൽഖറിൻ്റെ അത്ര ഫാൻസുള്ള ഒരു നടനും ഇപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരാൻ പോകുന്ന കാന്ത വരാൻ പോവുകയാണ്. മെയ്യിലോ അല്ലെങ്കിൽ ജൂണിലോ സിനിമ പുറത്തിറങ്ങും കാന്ത. അതേപോലെ തന്നെ ആകാശം ലോകതാര വരുന്നു. അതേപോലെ തന്നെ RDX പുതിയ സംവിധായകൻ്റെ ഹാസ് ഹിദായത്തിൻ്റെ ഐ ആം ഗെയിം വരുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഹെയ്റ്റേഴ്സ്. ഒരു നടൻ വളരുമ്പോഴാണ് ഹേറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. വളർച്ചയില്ലെങ്കിൽ ഹേറ്റേഴ്സ് ഉണ്ടാവില്ല. മമ്മൂക്കനെ പലരും കുറ്റം പറയുന്നു. എന്തുകൊണ്ടാണ്? മമ്മൂക്കയ്ക്ക് കഴിവില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നടനാണെങ്കിൽ ആരും പറയില്ല. മാങ്ങയുള്ള മാവിലേ കല്ലെറിയുള്ളൂ. മമ്മൂക്കയോട് ഇത്ര ദേഷ്യം മറ്റുള്ളവർക്ക് തോന്നാൻ കാരണം എന്താണെങ്കിൽ അദ്ദേഹം ഈ പ്രായത്തിലും 73-74 വയസ്സിലും ഗംഭീര സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത സിനിമ വരുമ്പോൾ പേടിയാണ് ആൾക്കാർക്ക്. കാരണം മറ്റുള്ളവർ കോടികൾ ചിലവാക്കിയിട്ട് അത്ര റിസ്ക് എടുത്ത് ലോകത്തിലുള്ള എല്ലാ നടന്മാരും അടിച്ചു കൂട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് എന്താ പറയുക, ഒരു പള്ളിയിലാ പൂരത്തിന് പ്രോഗ്രാം നടക്കുമ്പോൾ ആളുകളെ വിളിച്ചു കൊണ്ടിട്ട് ബാൻഡ് സെറ്റ്, നാദസ്വരം, ശിങ്കാരി മേളം, കാവടി, ആന, എഴുന്നള്ളത്ത്, വഞ്ചവാദ്യം, എന്താ പറയുക പാണ്ടിമേളം, ഇങ്ങനെയൊക്കെ വെടിക്കെട്ട്, ഇതൊക്കെ സംഘടിപ്പിക്കണം. പക്ഷെ മമ്മൂക്കയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. മമ്മൂക്ക് മാത്രം സിമ്പിളൊരു കഥ മതി, ചെറിയൊരു ബഡ്ജറ്റ് മതി. പക്ഷെ ആളിങ്ങനെ വന്ന് അഭിനയിച്ച് തകർത്ത് പോകും. അതാണ് അപ്പോഴാണ് അസൂയ വരുന്നത്. അല്ലാതെ ആൾ ഫീൽഡിൽ നിന്ന് പോയിരിക്കുന്ന ആളാണ് ഒരു സിനിമ വിജയിക്കില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറ്റം പറയാൻ വരുമോ? പറഞ്ഞിട്ട് എന്തിനാ കാര്യം? എന്തിനാ കുറ്റം പറയണത്? അപ്പോൾ ഒരാളെ കുറ്റം പറയണതും ഒരാളെ പേടിക്കുന്നതും അയാളുടെ സിനിമകൾ വരുമ്പോഴാണ്. കളങ്കാവൽ എന്ന സിനിമ ചെറുതായിട്ടൊന്നല്ല മലയാളി ഹേറ്റേഴ്സിനെ ടെൻഷനാക്കുന്നത്. കളങ്കാവൽ വന്നു കഴിഞ്ഞാൽ അത് ഗംഭീരമാവുന്ന എല്ലാവർക്കും അറിയാം. ഒരു വലിയൊരു പേടി. ബസൂക്ക എന്തായാലും സൂപ്പറാണെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിഗംഭീരമാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞാണ്. അപ്പോൾ അതൊരു പേടി. അതേപോലെ തന്നെയാണ് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും, ഗംഭീരമായിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഐ ആം ദ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗംഭീര സംഭവം എന്ന് പറയണത്. അതൊരു മിസ്റ്ററിയും പിന്നെ ആക്ഷനും അതുപോലെ തന്നെ ഒരു പ്രത്യേക സൈസ് സിനിമയെന്ന് പറയുന്നത്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നില്ലാണ്ട് വേറിൽ പിടിച്ചിട്ടാണ് മറ്റുള്ളവർ നടക്കുന്നത്. എനിക്കിത് പറയാൻ ഭയങ്കര താല്പര്യമായിട്ട്. കാരണം കുരു പൊട്ടുന്നത് കാണാനും കേൾക്കാനും വലിയ ഇഷ്ടമാണ്. അപ്പോൾ കുരുകൾ പൊട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ മമ്മൂട്ടിനെയും ദുൽഖറിനെയും തോൽപ്പിക്കാൻ ആണായി പറഞ്ഞവർ ആരുമില്ല. മടങ്ങിപ്പോകാൻ.